ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 18-ാം സീസണിൽ ടീമുകളുടെ പ്രകടനമൊക്കെ എങ്ങനെയായിരുന്നു എന്നോടൊപ്പം തന്നെ അടുത്ത സീസണിലേക്കുള്ള അവരുടെ പദ്ധതികൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് ഒരു വീഡിയോ സീരീസ് എന്നോടെ ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു IPL സീസൺ തീർത്തും നിറം മങ്ങിപ്പോയ ഒരു ഫ്രാഞ്ചൈസിയാണ് KKR, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPL 17-ാം സീസൺ ജേതാക്കളായ കിരീടം കൊണ്ട് അതിനൊത്ത പ്രകടനം പോലും കാഴ്ചവെക്കാതെ പോയ തീർത്തും നിറമങ്ങിപ്പോയ ഒരു സീസണായിരുന്നു KKRനെ സംബന്ധിച്ച് IPL 18-ാം സീസൺ. ഒരുപാട് അഴിച്ചുപണികൾ നടത്തി തന്നെയാണ് ഇത്തവണ KKR IPLൻ്റെ 18-ാം സീസണിലേക്ക് വന്നത്. കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ അടക്കം വമ്പൻ താരങ്ങളെ റിലീസ് ചെയ്തുകൊണ്ടൊരു അട്ടിമറി സീസൺ നടത്താമെന്ന പ്രതീക്ഷയിൽ വന്ന KKR, പക്ഷേ വിപരീത ഫലങ്ങളായിരുന്നു ഈ ഒരു സീസൺ ഉടനീളം നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി ഒരു സീസണിൽ IPL 18-ാം സീസണിൽ KKRൻ്റെ ആ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ആ ഒരു പ്രോഗ്രസ് കാർഡ് അല്ലെങ്കിൽ റിപ്പോർട്ട് കാർഡ് എങ്ങനെയായിരുന്നു നോക്കാൻ പോകുന്നത്. ഈ സീസണിൽ KKRന് വേണ്ടി കൂടുതൽ റൺസ് അടിച്ചു കൂട്ടിയത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അജിൻക്യ രഹാനെയാണ്. 390 റൺസുമായി ഈ ഒരു സീസണിൽ ടീമിൻ്റെ ടോപ്പ് സ്കോററാണ് രഹാനെ. അതോടൊപ്പം തന്നെ ഈ ഒരു സീസണിൽ KKR 8-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 14 മത്സരങ്ങളിൽ 5 വിജയവും 7 പരാജയവും ഉൾപ്പെടെ 2 മത്സരങ്ങൾ നോ റിസൾട്ടും ഉൾപ്പെടെ 12 പോയിൻറ്റുമായി 8-ാം സ്ഥാനത്താണ് IPLൻ്റെ മുൻ ചാമ്പ്യന്മാർ ഇത്തവണ സീസൺ അവസാനിപ്പിച്ചത്. കൂടുതൽ റൺസ് നേടിയത് ക്യാപ്റ്റൻ അജിൻക്യ രഹാനാണ്. കൂടുതൽ വിക്കറ്റുകൾ നേടിയത് അവരുടെ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയാണ്. 17 വിക്കറ്റുകളാണ് താരം നേടിയത്. കൂടുതൽ സിക്സറുകൾ നേടിയത് ക്യാപ്റ്റൻ തന്നെയാണ്. 20 സിക്സറുകളുമായി ടീമിൻ്റെ ഏറ്റവും നെടുന്തൂണായ പ്രകടനമായിരുന്നു ഈ ഒരു സീസണിൽ അജിൻക്യ രഹാനെ കാഴ്ചവെച്ചത്. ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ എന്ന് പറയുന്നത് 61 പന്തിൽ പുറത്താവാതെ രാജസ്ഥാനെതിരെ നേടിയ 97 റൺസുമായി സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ക്വിൻ്റൻ ഡി കോക്കാണ്. മികച്ച ബോളിംഗ് പ്രകടനം അത് ചെന്നൈക്കെതിരെ 13 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ നേടിയ സുനിൽ നരേൻ്റെ പ്രകടനമാണ്. മികച്ച എക്കോണമിയിൽ ഈ ഒരു സീസണിൽ KKRന് വേണ്ടി പന്തെറിഞ്ഞത് അത് അവരുടെ സ്പിന്നർ വരുൺ ചക്രവർത്തി തന്നെയാണ്. 7.6 അദ്ദേഹത്തിൻ്റെ ആ ഒരു മികച്ച ബോളിംഗ് എക്കോണമി. ഇനി KKRൻ്റെ ഈ ഒരു സീസണിലെ ഹയസ്റ്റ് ടീം ടോട്ടൽ എന്ന് പറയുന്നത് 234 റൺസാണ്. LSCക്കെതിരെ നേടിയ 234 റൺസാണ് ഈ ഒരു സീസണിൽ KKR നേടിയ ഹയസ്റ്റ് ടീം ടോട്ടൽ. ഇനി അടുത്ത സീസൺ അത് KKRനെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ താരങ്ങളെ അവർ റിലീസ് ചെയ്യും, ഏതൊക്കെ വമ്പൻ താരങ്ങളെ അവർ റീറ്റെയിൻ ചെയ്യും, എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ആ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി വരാൻ പോകുന്നത്. സോ KKR നിലനിർത്താൻ സാധ്യതയുള്ള ഒരു 8 താരങ്ങളെ നോക്കുകയാണെങ്കിൽ ബാറ്റിംഗ് ഓർഡർ അത് കംപ്ലീറ്റ് ആയിട്ടും KKR റീറ്റെയിൻ ചെയ്യും. ഓപ്പണിങ്ങിൽ നമുക്കറിയാം ഈ ഒരു സീസണിൽ കണ്ടതുപോലെ തന്നെ അവരുടെ ഫോറിൻ അല്ലെങ്കിൽ ഓവർസീസ് പ്ലെയേഴ്സായിട്ടുള്ള സുനിൽ നരേനും സൗത്ത് ആഫ്രിക്കൻ ബാറ്ററായിട്ടുള്ള ഡി കോക്കുമായിരിക്കും അവരുടെ അടുത്ത സീസണിലും അവരുടെ ബാറ്റിംഗ് ഓർഡർ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 1 ഡൗണായി യുവതാരം അങ്കർഷ് റഘുവൻഷി എത്തുമ്പോൾ 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ അജിൻക്യ രഹാനെയും 5-ാമനായി റിങ്കു സിംഗും 6-ാം നമ്പറിൽ ഫിനിഷറായി കരീബിയൻ പവർ ഹിറ്റർ ആൻഡ്രെ റസ്സലും എത്തും. സോ ഇതായിരിക്കും അവരുടെ ആ ബാറ്റിംഗ് ഓർഡർ കംപ്ലീറ്റ് ആയി തന്നെ KKR മെയിൻറ്റെയിൻ ചെയ്യും. ഒരൊറ്റ മാറ്റം മാത്രം രമൺദീപ് സിംഗിനെയും അതോടൊപ്പം തന്നെ കോടികൾ കൊടുത്തുകൊണ്ടുവന്ന വെങ്കടേഷ് അയ്യരെയും ഈ ഒരു സീസണിൽ തീർത്തും നിറമങ്ങിപ്പോയ വെങ്കടേഷ് അയ്യരെ അടക്കം ബാറ്റിങ്ങിൽ നിന്ന് ഒഴിവാക്കി KKR അടുത്ത സീസണിൽ പദ്ധതികൾ തയ്യാറാക്കിയേക്കും. ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ വരുൺ ചക്രവർത്തിയും അതോടൊപ്പം തന്നെ ഹർഷിത് റാണയുമായിരിക്കും KKR നിലനിർത്താൻ പോകുന്നത്. ബാക്കി ബൗളേഴ്സിനെ എല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് ബൗളിങ്ങിൽ തീർത്തും ഒരു അഴിച്ചുപണിക്ക് തന്നെയാണ് KKR നോട്ടം വയ്ക്കുന്നത്. കാരണം ഈ ഒരു സീസണിൽ KKRൻ്റെ ബോളിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായും പേസ് ബോളിങ്ങിൽ അത്ര പരിചയസമ്പത്തുള്ള താരങ്ങളുടെ അഭാവം ഉണ്ടായിരുന്നു. ഹർഷിത് റാണയും വൈഭവ് അറോറയുമായിരുന്നു അവരുടെ ആ ഒരു പേസ് ബോളിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്പമെങ്കിലും മികച്ച നിലയിൽ പരിചയസമ്പത്തുള്ള 2 താരങ്ങൾ. സോ വൈഭവ് അറോറയെ KKR എടുത്ത് കളയും. ഹർഷിത് റാണയെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് ബോളിങ്ങിൽ ഒരു സമ്പൂർണ്ണ അഴിച്ചുപണിക്കായിരിക്കും IPLൻ്റെ മുൻ ചാമ്പ്യന്മാർ അടുത്ത സീസണിൽ പദ്ധതിയിടുന്നത്. അതോടൊപ്പം തന്നെ റിലീസ് ചെയ്യുകയാണെങ്കിലും ഓപ്ഷനിലൂടെ തന്നെ കരീബിയൻ പവർ ഹിറ്ററായിട്ടുള്ള റോമാൻ പവലിനെ തിരികെ കൊണ്ടുവരാൻ KKR ശ്രമങ്ങൾ നടത്തിയേക്കും. കാരണം ഈ ഒരു സീസണിൽ വളരെ മികച്ച പ്രകടനം KKRന് വേണ്ടി ഇറങ്ങിയ മത്സരങ്ങളിൽ കാഴ്ചവെച്ച താരമാണ് പവൽ. സോ പവലിനെ എടുത്ത് റിലീസ് ചെയ്താലും ഓപ്ഷനിലൂടെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ KKR നടത്തിയേക്കും. പിന്നെ കുറച്ച് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സിനെ KKR പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം സ്പിന്നർമാരായിട്ട് നിലവിൽ ഈ ഒരു റിട്ടൻഷൻ നോക്കുകയാണെങ്കിൽ വരുൺ ചക്രവർത്തിയും അതോടൊപ്പം തന്നെ സുനിൽ നരേനുമാണ് സ്കോഡിൽ ഇടം പിടിച്ചിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ 1-2 അല്ലെങ്കിൽ മെയിനായിട്ടും ഒരു സ്പിൻ ഓൾറൗണ്ടറെങ്കിലും KKR അടുത്ത സീസണിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പിന്നെ ക്യാപ്റ്റൻസിൽ ഒരു പക്ഷേ ചെറിയ മാറ്റങ്ങൾ KKR കൊണ്ടുവന്നെങ്കിൽ രഹാനയുടെ ക്യാപ്റ്റൻസിൽ അടുത്ത സീസണിലും KKR കളിക്കുമെന്ന കാര്യത്തിൽ പേഴ്സണലി എനിക്ക് അത്ര ഉറപ്പില്ല. കാരണം എക്സ്പീരിയൻസ്ഡ് ഉള്ള താരമാണെങ്കിൽ പോലും ഈ സീസണിൽ ക്യാപ്റ്റൻസിലടക്കം അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ രഹാനെയ്ക്ക് സാധിച്ചിട്ടില്ല. സോ ക്യാപ്റ്റൻസി ചേഞ്ച് KKR നടത്തും എന്ന് തന്നെയാണ് ഞാനും
കരുതുന്നത്. സോ ഇതൊക്കെയായിരിക്കും KKR അടുത്ത സീസണിലേക്കുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.